ഹായ് ഫ്രണ്ട്സ്, JP's ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചക്ക കൊണ്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ചക്കയുടെ സീസൺ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചക്ക കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. അതിനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ചക്കയുണ്ട്, ശർക്കര 1.5 കപ്പ് ശർക്കര ഉരുക്കിയതുണ്ട്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, റവ, തേങ്ങ ഒന്ന് പൊടിച്ചതാണ് തേങ്ങ, പിന്നെ നമ്മുടെ ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാരയിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് പൗഡറുണ്ട്. നമുക്ക് ഇത്രയുമാണ് ചക്ക കേക്കിന് വേണ്ടത്. ഇനിയിപ്പം തുടങ്ങാം എങ്ങനെയാണ്. അതിനു മുമ്പ് നമ്മുടെ കുക്കർ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനത് കുക്കറിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു റിങ് കൊടുത്തിട്ടുണ്ട്, റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ആദ്യം അടച്ചു വെക്കാം. എന്നിട്ട് നല്ലോണം ചൂടാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ പരിപാടിയെല്ലാം നോക്കാം. നമ്മുടെ കേക്കിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. ചക്കയും നമ്മുടെ ശർക്കര പാനിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ശർക്കര പാനി കൂട്ടിയാണ് അടിക്കുന്നത്. നമ്മുടെ ചക്ക ശർക്കര ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 10 വലിയ ചക്കച്ചുളയാണ് എടുത്തത്. ഇനിയിപ്പം ഇതിനകത്ത് നമുക്ക് ഞാൻ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ തേങ്ങ തിരുമിയത്, തേങ്ങ പൊടിച്ചത്, തേങ്ങ ഞാനൊന്ന് പൊടിച്ചായിരുന്നു, മിക്സിക്കകത്തിട്ട് ഒരു കറക്കിയായിരുന്നു. അത് ഇട്ട് കൊടുക്കാം. ഇതിലൂടെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റവ ഇട്ട് കൊടുക്കണം. നമ്മൾ ചക്ക ശർക്കര അരച്ചതിനകത്ത് നമ്മൾ തേങ്ങ ചേർത്തു, ഏലക്കാപ്പൊടി ചേർത്തു, ഒരു നുള്ളു ഉപ്പ് ചേർത്തു. ഇനിയിപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തു. ഇനിയിപ്പോൾ നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ പോവാണേ. കുറേശ്ശെ ഇട്ട് റവ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ഫ്രൈഡ് റവയാണേ, ഫ്രൈ ചെയ്ത റവയാണേ. നമ്മുടെ റവ ഇട്ട് കൊടുത്ത് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് മിക്സിയിലൊന്നും അടിക്കണ്ട, നമ്മളിങ്ങനെ ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് അടുപ്പിൽ വെക്കാറാകുമ്പോൾ നമ്മുടെ സോഡാപ്പൊടി ചേർത്താൽ മതി, ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. ഇത് ബാക്കി എല്ലാ കൂട്ടും റെഡിയാക്കി വെക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബേക്കിംഗ് പൗഡർ ഇട്ടു. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ബേക്കിംഗ് പൗഡർ ചേർത്ത് നമ്മൾ ഇളക്കി. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ട്യൂറ്റി ഫ്രൂട്ടി ഉണ്ട്, അതും വേണമെങ്കിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. കുക്കറിലേക്ക് വെക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററെല്ലാം റെഡിയായി. ഇതാണ് നമ്മുടെ പരുവം. നമുക്ക് ഈ ഒരു ചരുവത്തിൽ വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ താഴെ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇച്ചിരി കുറച്ച് നെയ്യൊന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം ചരുവത്തിൽ. എന്നിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ബബിൾസ് കളയാൻ വേണ്ടി ഒന്ന് തട്ടി ഒന്ന് വെക്കുക.
ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത നമ്മുടെ കുക്കറിലേക്ക് ഇത് എടുത്തു വെക്കാം. നമ്മൾ കുക്കറിൽ എടുത്ത് വെച്ചു. ഇനി നമ്മളിത് ലോക്ക് ചെയ്യുക. എന്നിട്ട് 3 മിനിറ്റ് നേരം നമ്മളിത് തീ കൂട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 40 മിനിറ്റ് പിന്നെ തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് നേരം നമ്മൾ തീ കൂട്ടി വെക്കുക. 3 മിനിറ്റിന് ശേഷം പിന്നെ ഒരു 40 മിനിറ്റ്. അതാണ് നമുക്കിത് വേവാനുള്ളൊരു സമയം. നമ്മുടെ കേക്ക് എന്തായി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദേ നല്ല അടിപൊളിയായി എന്നാണ് തോന്നുന്നത്. ഒന്നും പിടിച്ചിട്ടില്ല. നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് വെച്ചിട്ട് കറക്റ്റ് 40 മിനിറ്റ് ആയപ്പോൾ നമ്മളിപ്പോൾ നോക്കി. അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ നമ്മൾ എടുക്കുകയാണ്. ഇത് ഒട്ടും പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഈ നമ്മുടെ ചക്ക കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചക്കയുടെ സീസൺ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കേക്കിന്. നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി കേക്കാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.